നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വിഷയം പറയാം. ഒരു വില്ലേജ് സർട്ടിഫിക്കറ്റിനോ ലൈസൻസിനോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഒരു കെട്ടിട പെർമിറ്റിനോ വേണ്ടി മാസങ്ങളോളം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, നാളെ വരൂ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരൂ. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് നിരാശപ്പെട്ടു പോയ അനുഭവം നിങ്ങൾക്കുണ്ടാകും അല്ലേ? എന്നാൽ ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ അങ്ങനെ നിരാശപ്പെടരുത്. കാരണം കേരളത്തിലെ ഓരോ പൗരനും സമയബന്ധിതമായി സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാൻ നമ്മളുടെ നാട്ടിൽ ശക്തമായ ഒരു നിയമമുണ്ട്. നമുക്ക് വേണ്ടിയുള്ള നിയമമാണ് അത്. കേരള സംസ്ഥാന സേവന അവകാശ നിയമം, കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012. പലർക്കും ഈ നിയമത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ സേവനങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിച്ച് കളയുന്നത്. നമുക്ക് ഒരു കേശവട്ടന്റെ കഥ കേൾക്കാം. നിങ്ങളുടെ അവകാശം എങ്ങനെ വിനിയോഗിക്കാമെന്ന് വളരെ ലളിതമായി ഈ കേശവേട്ടന്റെ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കേശവേട്ടൻ തന്റെ വീട് നിർമ്മാണ ആവശ്യത്തിനായി ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ 5 കഴിഞ്ഞു, 6, 7, 8, 10 കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ പറയുകയാണ്, ഫയൽ പ്രോസസ്സിംഗിലാണ്, അത് അടുത്ത ആഴ്ചത്തേക്ക് അയക്കും. എന്നാൽ സേവനാവകാശ നിയമപ്രകാരം ഓരോ അപേക്ഷയ്ക്കും കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ചില സർട്ടിഫിക്കറ്റുകൾക്ക് 7 ദിവസമാണ് പരിധിയെങ്കിൽ അതിനുള്ളിൽ അത് നൽകിയിരിക്കണം. അപ്പൊ കേശവേട്ടൻ അവിടെ ചെന്ന് ഒരു കാര്യം ചോദിച്ചു, എൻ്റെ അപേക്ഷയുടെ കൈപ്പറ്റ് രസീത്, അത് റെസിപ്റ്റ് എവിടെ? ഓർക്കുക, നിങ്ങൾ ഏതൊരു സർക്കാർ ഓഫീസിലോ ലോക്കൽ ബോഡിയിലോ അപേക്ഷ സമർപ്പിച്ചാലും അവിടെയുള്ള നിയുക്ത ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കോ അപേക്ഷയ്ക്കോ അക്നോളജ്മെന്റ് രസീത് നൽകിയിരിക്കണം. വ്യവസ്ഥയാണ്. അതിൽ നിങ്ങൾ അപേക്ഷിച്ച തീയതിയും എന്നത്തേക്ക് ഈ സേവനം ലഭിക്കുമെന്നുള്ള അവസാന തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. സേവനം വൈകിയാൽ എന്ത് സംഭവിക്കും? ഇനി സമയപരിധി കഴിഞ്ഞിട്ടും സേവനം ലഭിച്ചില്ലെങ്കിലോ? അപേക്ഷ നിരസിക്കപ്പെട്ടു പോയാലോ? ഇവിടെയാണ് യഥാർത്ഥ കരുത്ത്, നിയമത്തിന്റെ യഥാർത്ഥ കരുത്ത് പുറത്തു വരുന്നത്. 1-ാം അപ്പീൽ, നിങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ സേവനം ലഭിച്ചില്ലെങ്കിൽ ആ ഓഫീസിലെ തന്നെ 1-ാം അപ്പീൽ അധികാരിക്ക്, ഉദാഹരണത്തിന് തഹസീൽദാർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് സൗജന്യമായി നിങ്ങൾക്കൊരു അപ്പീൽ നൽകാൻ കഴിയും. അവിടെ നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ 2-ാം അപ്പീൽ അധികാരിക്ക് പരാതി നൽകാം. കാരണമില്ലാതെ സേവനം വൈകിപ്പിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് ദിവസേന 250 രൂപ നിരക്കിൽ പരമാവധി 5000 രൂപ വരെ പിഴ ഈടാക്കാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. എത്ര പേർക്കറിയാം അത്? കൂടാതെ അവർക്കെതിരെ വകുപ്പ് തല നടപടിയും വരും. ഓഫീസുകൾ നേരിട്ട് കയറി ഇറങ്ങുന്ന കാലം ഇന്ന് മാറിപ്പോയി. ഇന്ന് കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സേവനങ്ങൾക്കായി സ്മാർട്ട് പോർട്ടലും റവന്യൂ സേവനങ്ങൾക്കായി ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഇ ഡിസ്ട്രിക്ട് കേരള പോർട്ടലും ലഭ്യമാണ്. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ അപേക്ഷ നൽകിയ തീയതിയും കൈപ്പറ്റി രസീതും ഡിജിറ്റലായി നിങ്ങളുടെ മൊബൈലിൽ തൽക്ഷണം അപ്പോൾ ലഭിക്കും. അതിനാൽ സിസ്റ്റം തന്നെ സമയം ട്രാക്ക് ചെയ്തു തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന 3 കാര്യങ്ങൾ പറയാം. ഏത് ഓഫീസിൽ പോയാലും മുൻവശത്ത് സേവനാവകാശ ബോർഡ് എന്നൊരു ബോർഡ് കാണും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ സേവനങ്ങളും അതിനുള്ള സമയപരിധിയും എഴുതിയിട്ടുണ്ടാവും. അപേക്ഷ നൽകുമ്പോൾ കൃത്യമായി അക്നോളജ്മെന്റ് രസീത് വാങ്ങണം. ആവശ്യമുള്ള എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. ഇല്ലെങ്കിൽ അത് പറഞ്ഞ് വീണ്ടും നിങ്ങളെ നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ കേശവേട്ടൻ സേവനാവകാശ നിയമത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥനോട് ഓർമ്മിപ്പിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ കൃത്യസമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് നൽകി. ഒരു പൗരൻ എന്ന നിലയിൽ സർക്കാരിന്റെ സേവനങ്ങൾ സൗജന്യമായോ നിശ്ചിത ഫീസ് നൽകിയോ കൃത്യസമയത്ത് വാങ്ങുക എന്നത് ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. ഒരിക്കൽ കൂടി പറയാം, അത് ആരുടെ ഔദാര്യമല്ല. ഈ അവകാശത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്ന ഓരോ പൗരനും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ടൈം മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പ്രധാന നിയമപരമായ അവകാശവുമായി നാളെ നമുക്ക് തമ്മിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.